ഹലോ ഗായ്സ്, അത്യാവശ്യം ഒരു പുതിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തപ്പോൾ ഒരു വ്ളോഗായിട്ടൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർക്ക് പോകാൻ വേണം. ഞാൻ ചേച്ചിയാണ്, അവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ പോവാണ്. ചേച്ചി കോഴ്സിന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ബാഗ് പാക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. എൻ്റേതായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ നമ്മൾ തിന്നാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ വാങ്ങാമല്ലോ. അപ്പോൾ ഞാനിവിടെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ നല്ല സ്കെച്ച് കാര്യങ്ങൾ, ഡയറി ഒക്കെ ഞാൻ അതിൻ്റെ സ്ഥലം ഉണ്ടാകുന്ന പോലെ അറിയില്ല. എങ്ങനെയൊക്കെ നമ്മൾ വെക്കണം. പിന്നെ ചെന്നൈ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വലിയ പീപ്പി ഒരു സാധനമൊക്കെ വെച്ചതിന് ശേഷം കുറേ സാധനങ്ങൾ കുത്തി തിരികെ വെച്ചിട്ട് വീർത്ത് കയറുന്നു. അപ്പോൾ നമുക്ക് പോകുന്നത് കാരണം ചൂട് സാധനം കഴിക്കാണ്ട് പിന്നെ നേരെ ചെന്നൈക്കാണ് പോകുന്നത്. ചേച്ചി ഉണ്ടാക്കിയ ശേഷം ചെന്നൈക്കാണ് പോകുന്നത്. അന്ന് അത്ര 3 മണിക്കൂർ 4 മണിക്കൂർ 8 മണിക്കൂർ ഉണ്ടാവുന്നതാണ് പോകുന്നത്. അത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾ ചെന്നൈയിൽ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയപ്പോൾ ചേച്ചിയുടെ കോളേജാണ് പോയപ്പോൾ ഞങ്ങൾ രാവിലെ പോയിട്ട് ഞങ്ങൾ എത്തിയത് ഒരു 6 മണി അങ്ങനെയില്ല, ഒരു ഉച്ച 3 മണി ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം 3 മണി നമ്മുടെ സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയുള്ളത് തൃശ്ശൂർത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ രാവിലേക്കാണ് കിട്ടിയുള്ളത്. കാരണം ഞങ്ങൾക്ക് സ്ലീപ്പർ കിട്ടിയില്ല. രാവിലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് സ്ലീപ്പർ കിട്ടിയില്ല. കാരണം രാവിലെ കാരണം സ്ലീപ്പർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയ വീഡിയോ ഉണ്ടാവും. എങ്ങനത്തെ ട്രെയിനാണ്, എങ്ങനെയാണ് സീറ്റ് നോക്കുക, അത് പോയാൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് എങ്ങനത്തെ സീറ്റാണൊക്കെ. നമുക്ക് വേറെ പാക്ക് ചെയ്യാൻ പോവുക. അതിന് ഞാനൊന്ന് ഗെയിം കളിക്കാം. നമുക്കിത് അറിയാൻ പറ്റില്ല. ബ്ലോക്സിൻ്റെ ഗെയിമാണ്. ഇങ്ങനെ നമുക്ക് വീടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലോക്സ് ആയിട്ടുള്ളത് മുസ്ലിം ക്രാഫ്റ്റ് ബോക്സാണത്. നമുക്കിപ്പോൾ വീട് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. അങ്ങനത്തെ പറ്റുള്ളൂ. പിന്നെ നമുക്കായിട്ടുള്ള വീടുണ്ടാവും. അവിടെ നമുക്ക് ആ വീട് വേണം നമുക്ക് പൊളിച്ചിട്ട് വേണം വീട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. അവിടെ ഇഷ്ടമായിരുന്നു ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ മൊത്തം പിന്നെ സാധനങ്ങളാക്കി ഡ്രസ്സ് കൊണ്ട് അപ്പോൾ നമുക്ക് എന്നിട്ട് മോളി വയ്ക്കുന്നതാണ്. കാരണം അതിൻ്റെ ആവശ്യ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ആകുമ്പോൾ ഈസി എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ മോളി വെച്ചാൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡയറി സ്കെച്ച് ഞങ്ങളൊക്കെ വെക്കാണ്. ഫസ്റ്റ് അപ്പോൾ എൻ്റെ ഒരു ബിഗ് ബാഗ് വെക്കണം. ഇതാണ് ഇതെന്ന് വെച്ചാൽ പാതി സ്ഥലം പോകും. അപ്പോൾ ഇപ്പോൾ സമയം 2023 ആയതുകൊണ്ട് പിന്നെ എപ്പോഴാണ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാനൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് പാട്ടാണ്. വെച്ചിട്ടാണ് ആദ്യമായി സത്യ വെല്ലുവിളിയ മുട്ട മാറ്റി കൊടുക്കാം. ശരി ഗായ്സ്, എനിക്ക് ടിഷ്യൂ സാധനങ്ങൾ, ടിഷ്യൂ സ്കെച്ച് ഡയറൊക്കെ വയ്ക്കുന്ന സ്ഥലം ഉണ്ടാകുന്നതൊക്കെ അറിയില്ല. പിന്നെ ഒരു ഗവൺമെൻറ് ഇന്നത്തെ സ്കെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ബാഗിൽ വെച്ച് സ്ഥലത്താവുന്നതാണ് ഇത്. പിന്നെ എനിക്കൊരു പേടി വരുന്നത് ലീക്കായാലോ എന്നുള്ളൊരിതാണ്. പിന്നെ ഈ ബാഗൊക്കെ വെച്ച സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ബാഗ് പുറത്തേക്ക് എടുത്തിട്ട് സ്കെച്ച് അതേപോലെ കവറിലാക്കിയിട്ട് കവറല്ല കൊച്ചിലാക്കിയിട്ട് വയ്ക്കും. അപ്പോൾ ഇത് സെറ്റായിട്ട് നമുക്ക് നല്ല വീർത്തിടാറുണ്ട്. ഞാൻ അതൊക്കെ വീണ്ടും പുറത്തേക്ക് ഇട്ടു. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ് ഇട്ടു. പിന്നെ മൊത്തം കൺഫ്യൂഷൻ നിൽക്കുകയാണ്. പിന്നെ ഞാനെൻ്റെ ഡയറി വെച്ചു. ആകെ ഡയറിൻ്റെ കൊണ്ടുപോകുന്നത് കുറച്ച് സ്മെല്ല്. പിന്നെ അതിൻ്റെ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു സെറ്റെന്ന് പറയാൻ കുറച്ച് പേളസും പിന്നെ ടിഷ്യൂ സ്നിക്കേഴ്സ് പിന്നെ മൊത്തത്തിലുള്ള സാധനങ്ങളാണ്. പിന്നെ വേറെ തിക്കി തിരികെ വയ്ക്കാൻ പോകുന്നത്. പിന്നെ മോണിക്കൽ ബിസ്ക്കറ്റ് വെച്ചതിന് ശേഷം ബാറ്റി പിന്നെ ബാക്കിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറച്ച് നയിച്ചപ്പോൾ തന്നെ അത് വീർത്ത് നിന്നു. പിന്നെ മുട്ടയുടെ ഒരു ചെറിയ ബിസ്ക്കറ്റ് പിന്നെ ഹജുമാള അപ്പിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. ഓൾമോസ്റ്റ് ഫിനിഷായെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയും കുറേ സാധനങ്ങൾ രാത്രിയൊക്കെ ഉള്ളതാണ്. പിന്നെ എൻ്റെ സ്കെച്ച് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ സ്ഥലം ഉണ്ടാകുന്ന സ്ഥലമുണ്ട്. അതിൽ ഞാൻ ഓടും സ്കെച്ച് അതേ പൗച്ചിനുള്ളിലാക്കിയതിന് ശേഷം അതേ പേജിൽ തന്നെ കൊത്തി തിരികെ വെച്ചു. കൈസ് അങ്ങനെ ഫിനിഷായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ചെന്നൈക്ക് പോകാനുള്ള ബാഗ് പാക്കിങ് രാത്രിയാകും. അപ്പോഴാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഓർമ്മ വരിക. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കോൽമുട്ടായി മറന്നു വെച്ചു. എൻ്റെ പാക്കിങ്ങും കുറച്ച് ദിവസം കഴിഞ്ഞു. ഇതൊക്കെയാണ് ഓരോ പണി. ഇത് നിർത്തുമ്പോൾ ഇതാ പിടിക്കേ
ഞാൻ പറഞ്ഞ പോലെ തന്നെ രാത്രി ആയപ്പോഴേക്കും എല്ലാം ഓർമ്മ വന്നു. ഒരാഴ്ച നോട്ട്സ് ചെയ്താണുള്ളത്, അച്ഛന് എഴുതിയേക്കണം. പിന്നെ ജേർണൽ ചെയ്യാനുള്ള കവർ ഷീറ്റ് ഇത് കൊണ്ടുപോകാണ്ട്, ഇത് മാത്രം കൊണ്ടുപോകാണ്ട് കവർ ഷീറ്റ് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മൈമെലഡി സെറ്റും കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇന്നലെ ഞാൻ അവിടെ വെച്ചിരുന്നു, മറന്നുപോയി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ഹെയർ ബാൻഡിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഹെയർ ബാൻഡ് സെറ്റുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളുണ്ട്. ഇത് ഞാനൊരു 80 രൂപയ്ക്ക് മേടിച്ചാണ്. കാണാമല്ല, നോക്കട്ടെ. കണ്ടു പഠിക്കണ്ട, ഇതിൻ്റെ ഷെൽഫാണ്, ഷെൽഫിഷ് ആയിട്ടുള്ള ഷെൽഫ്. ക്യാറ്റിനും വേറെ യൂസ്ഫുൾ ആണ്. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പം ഫേസ് വെക്കാൻ. അതുപോലെ അതിൻ്റെ കൂട്ട് കോമ്പുണ്ട്. അതിൻ്റെ മുന്നിട്ട് തന്നെ കവറുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കും. എൻ്റെ കയ്യിലാട്ട ഒരുക്കി വെച്ചെങ്കിൽ അത് പൊട്ടിപ്പൊളിയും എനിക്കറിയാം. കാരണം ഷെൽഫിനുള്ളിൽ വെച്ചു. ഞാനിന്ന് വൈകിട്ട് ചായ കുടിച്ചിട്ടില്ല, ഞാൻ ഉച്ചറിഞ്ഞാണ്. എല്ലാവർക്കും വീട് കിട്ടും. ഞാൻ നേരത്തെ നിൽക്കുന്നതാണ്. നാളത്തെ കൂടി വരുന്നതായിരിക്കും. ഇങ്ങനെയാണുള്ളത്. ഇനി സാധനങ്ങളൊക്കെ കാണണം. അപ്പോൾ ഈ ഒരു സ്വെറ്റർ വേറൊരു എത്തേക്ക് ഇടാനുള്ള സ്വെറ്ററാണ്. ഇവിടെ അങ്ങനെ ട്രെയിനിൽ ഏതൊരു സ്ഥലം കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ കയ്യിലാണ് എടുത്ത് വെച്ചത്. ഇപ്പോൾ ജലദോഷമൊക്കെ ഉള്ള കാരണം എനിക്ക് തോന്നി ഇടാൻ വേണ്ടിയിട്ടാണ്. പുറത്തിന് സുഖമാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയ്ക്ക് എപ്പോഴും ഇന്ന് പറയാൻ മാത്രം അടുത്തത്. ഞാൻ എടുക്കുന്നു. ഹലോ, ടേസ്റ്റി ആയിട്ടുള്ള എന്താ സൗണ്ട് ഞങ്ങളിപ്പോൾ ഒരു ബാംഗ്ലൂർ കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. അതിൽ 3-4 റൂം, ഒരു റൂമിൽ 4 ആൾക്കാർക്ക് നിൽക്കുകയെന്ന് വെച്ചാൽ 3 ഞാനും ചേച്ചി അച്ഛനും 3 ആൾക്കാർ വലിയവരാം. ഞാൻ ചെറിയ കുട്ടിയെ കാരണം 4 പേർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. 3 പേരും ഒരു ചെറിയ കുട്ടി അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ എടുക്കും. അപ്പം നമുക്ക് ഫുൾ വ്ലോഗ് ആയിട്ട് വരാം.